ഹലോ പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മുടിയൊക്കെ വെട്ടിയില്ലേ? മുടിയൊക്കെ ഇന്നലെ വെട്ടി. പിന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു സന്ദേശം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തേക്ക് ഒരു സന്ദേശം കൊണ്ടുവന്നു. എപ്പോഴും ഭജനം ഗായനൻ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഒരുപാട് ദൈവ ശബ്ദം കേൾക്കാൻ കർത്താവ് അവസരം ഒരുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ എൻ്റെ രാവിലത്തെ സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നാളെയാണ് നിങ്ങളിത് കേൾക്കുന്നത്, അതായത് വെള്ളിയാഴ്ച. അപ്പം നാളെ രാത്രി ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് ഒമാനിൽ നിന്ന് എൻ്റെ ഇപ്രാവശ്യത്തെ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമാണ്. ശനിയാഴ്ച രാവിലെ ഞാൻ വീട്ടിലുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. എന്നോടൊപ്പം അജീഷുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ കടൽ തീരത്തൊന്ന് അല്പം നേരം നടക്കാൻ വേണ്ടി വന്നതാണ്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ നല്ല നല്ല ക്ലൈമറ്റാണ്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി. സന്തോഷമുണ്ട്. നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. നിങ്ങളെ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇങ്ങ് അടുത്തെത്തി നിൽക്കുക. ഈ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്ന് ആകാശത്തിൽ നിന്നൊരു ശബ്ദം. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഈ ശബ്ദം ഇങ്ങനെ വലിയ ലൗഡ് വോയിസിലാണ്, ഇടിവെട്ടുന്നുള്ള ശബ്ദമാണ്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത നിങ്ങൾ ഈ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഈ ലോകത്തിലെ ആരും പറഞ്ഞതല്ല. എന്നെ വളരെ ആ ഭാഗം വായിച്ചപ്പോൾ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പറഞ്ഞതാണെങ്കിൽ നമുക്ക് എന്തോ വിഭ്രാന്തി കൊണ്ട് പറഞ്ഞതെന്നൊക്കെ പറയാം. പക്ഷേ ആകാശത്ത് നിന്ന് ഏഞ്ചൽസ് ഉറക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. അതിന് ഒരുപാട് പേരാ സാക്ഷികൾ, ഒന്നും രണ്ടും പേരൊന്നുമല്ല, ഒരുപാട് പേര്. ഗലീല പുരുഷന്മാരെ എന്ന് വിളിച്ചാണ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ പേര് വരെ കൃത്യമായിട്ട് അറിയാവുന്ന ദൂതന്മാർ. അപ്പോൾ ദൂതന്മാർക്ക് നിങ്ങളിരിക്കുന്ന വീട്ടിൻ്റെ അഡ്രസ്സ് അറിയാം, അല്ലേ? കൃത്യമായിട്ടറിയാം. ദൈവത്തിനറിയാം. അതുകൊണ്ട് താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആളുകൾ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ പറയുന്ന പോലെ അതങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ബിൽഡിംഗ് ഒക്കെ വെറും പോക്കറ്റിൽ ഇടാൻ പരുവത്തിലുള്ള വലിപ്പത്തിലുള്ളൂ. അപ്പോൾ താഴെ ഒരു മനുഷ്യൻ നിൽക്കുന്നെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. ഒരു 10,000 അടിയൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ വലിയ പാടാണ്. പക്ഷേ അവരെ ഒരു ഉറുമ്പിനെ പോലെ നിൽക്കുന്ന, ഉറുമ്പിൻ്റെ അത്രയും പോലും ഇല്ല, അല്ലേ? അവരെ വിളിച്ചിട്ട് പറയാം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇനി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ വരവ് ഇങ്ങ് അടുത്തെത്തി നിൽക്കുക. നിങ്ങളുടെ പ്രഭാഷണങ്ങൾ, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ സന്ദേശങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇത് മുഴുവനും ഉയരത്തിൽ നിന്നുള്ള കാര്യവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിക്കും. അപ്പം ഭൂമിയുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാകുന്ന ഒരു പരിപാടിയും ആത്മീയതയ്ക്കകത്തേക്ക് കൊണ്ടുവരരുത്, പ്ലീസ്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെനിക്ക് എൻ്റെ സ്നേഹിതൻ മേടിച്ചു തന്ന ഒരു ടീഷർട്ടാണ്. ഞാൻ ഈ ടീഷർട്ടിനെ നോക്കി ടീഷർട്ടിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. ടീഷർട്ട് നടക്കാൻ വന്നോണ്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ, സ്വന്തം. അപ്പോൾ ടീഷർട്ട് നീയും ഞാനും ഒരു കാഹളത്തിൻ്റെ ഒച്ച വരെ നമുക്ക് തമ്മിൽ ബന്ധമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇടപാടൊന്നുമില്ല.
ഏത് കാര്യവും, നിങ്ങളുടെ വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ എന്ത് സാധനമായിക്കോട്ടെ, അതിന് മുഴുവനും ദൈവത്തിൻ്റെ കാഹളവുമായിട്ടുള്ള അത്രയും വാലിഡിറ്റിയെ വരാവൂ. അതിൽ കൂടുതൽ പോകരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസിയെ ഭൂമിയിൽ തന്നെ കെട്ടിവെക്കുന്ന പരുവത്തിലാണെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതം എന്നേക്കുമായി അവൻ ഈ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ച് എനിക്കൊരു വാഗ്ദത്വമുണ്ട്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നും പറഞ്ഞ് അവന് ഇങ്ങനോടെ കിടക്കും. അതേസമയം അവനോട് പറയണം, നിനക്ക് വാഗ്ദത്വമൊക്കെ ഉണ്ട്, അതിന് വാലിഡിറ്റി പീരീഡ് കാഹളം വരെ ഉള്ളൂ. പറഞ്ഞു കൊടുക്കണം കേട്ടോ, പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ വന്നു, എൻ്റെ എല്ലാ പ്രഭാഷണവും, എൻ്റെ ഏത് ദൈവവചന സന്ദേശം, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രസംഗം രണ്ടാമത് പ്രസംഗിക്കുന്ന ഉപദേശിയല്ല. എൻ്റെ ഏത് പ്രഭാഷണവും ഒറ്റ പ്രാവശ്യമുള്ളൂ. അതിൻ്റെ പ്രഭാഷണം തീരുമ്പോൾ ആ വ്യക്തിയെ ഭൂമിയിൽ നിന്ന് ഞാൻ വലിച്ചു പിഴുത് നിങ്ങൾ കപ്പ പറിക്കുന്നുണ്ടല്ലേ, കപ്പ പറിക്കുന്നത്, കപ്പ അതുവരെ ഭൂമിക്കാണ്, ആ ഭൂമിയിൽ നിന്ന് വലിച്ചു പറിച്ച് കപ്പ മേലോട്ട് വെക്കുക. എന്നിട്ട് ഒരു കുലുക്കുണ്ട്, ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒരു കുലുക്ക്? ആ കുലുക്ക് എന്തിനാണെന്നറിയോ? മിക്കവാറും കുലുക്കിയാൽ ചില കപ്പയൊക്കെ ഒടിഞ്ഞ് താഴെ പോകും, ചില കപ്പയിലെ മണ്ണെല്ലാം തെറിച്ച് താഴെ പോകും. പിന്നെ ആശാൻ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ക്ലാരിറ്റിയോടെ, എന്ന് പറഞ്ഞാൽ എന്നെ എടുത്തുകൊണ്ട് പോകാൻ പരുവത്തിനായിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ വണ്ടിക്കാരനോ അല്ലെങ്കിൽ ആ പണിക്കാർ വന്നിട്ട് വാക്കത്ത് വെച്ച് ഓരോ കൊട്ട് നല്ല ചില ആൾക്കാരുണ്ടല്ലോ, ഒറ്റ കുലുക്ക് കുലിക്കാൻ മതി, മൊത്തം പുറപ്പെടാമെന്ന് മതി താഴ്ക്കും. ഞാൻ എന്തിനാണ് ഉദാഹരണം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളെയും ഈ ലോകക്കാരനായിട്ടല്ല പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ലെന്നേ ദൈവത്തിലെ. അതുകൊണ്ട് ഇനിയുള്ള കാലം അധിക സമയം നമ്മുടെ മുമ്പിലില്ല. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എൻ്റെ 5 വളരെ ശ്രദ്ധിച്ചേക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ 5 വയസ്സ് എനിക്ക് തിരിച്ചറിവ് വെച്ച പ്രായമാണ്. എന്നാൽ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അനാഥശാല പഠിക്കുന്ന സമയത്തെ. അപ്പം അനാഥശാല പഠിക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോയിരുന്ന അപ്പി ഇടണ്ട അത്ര ഒരു കാലഘട്ടം. ടീച്ചറെ എനിക്ക് ചൂച്ചു വെക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെ പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ബാത്റൂമിൽ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ പ്രായത്തിലാണ് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം 5 വയസ്സ് മുതൽ ദൈവസന്നിധി ഏറ്റു പറയണം, കർത്താവേ 5-ാം വയസ്സിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണേ. 6-ാം വയസ്സിൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ 30-ാം വയസ്സ് വരെ നിങ്ങൾ പറയണം. ഇനി നിങ്ങൾക്ക് വയസ്സ് 32 വെച്ചോ, കർത്താവേ ഈ 32-ാമത്തെ വയസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ 32-ാമത്തെ വയസ്സിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ കർത്താവേ. എന്തെങ്കിലും കുരുത്തക്കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാപ സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഞാൻ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ മോശമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ തരം താഴ്ത്തി കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ. സ്വതന്ത്രം പ്രാർത്ഥിച്ചേ പറ്റൂ. ഒരു വാക്യം നിങ്ങൾക്കറിയാം അല്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ടോ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ നേരത്തെ ഇങ്ങനെ പറയണ്ട കേട്ടോ, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, സ്വമേധയുള്ള പാപങ്ങളെ അകറ്റി എന്നെ മോചിക്കണമേ. മലയാളത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. അതിൻ്റെ എല്ലാ ഭാഷയും നിങ്ങൾ പരിശോധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഓർമ്മയിലില്ലാത്ത പാപങ്ങളും കൂടെ എന്നോട് ക്ഷമിക്കണേ. കേട്ടോ, അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സമയത്ത് ഞാൻ എൻ്റെ സന്ദേശം മൈൻഡപ്പ് ചെയ്യുക. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവ് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ഞെക്കി കഴുകണമേ, അകത്തെ പഴുപ്പെല്ലാം പോട്ടെ കേട്ടോ, ഞെക്കി കഴുകണമേ. നമുക്കാരോടും പിണങ്ങണ്ടെന്നേ. ഞാൻ ഇന്നും ഞാൻ ഇന്നൊരു 2-3 മണിക്കൂർ കുത്തിയിരുന്നു പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ ആ വ്യക്തിയെ ദൈവമേ സന്ദർശിക്കണമേ, ആ വ്യക്തിയെ സഹായിക്കണമേ, ആ വ്യക്തിയെ ദൈവമേ അദ്ദേഹത്തോട് കനിവ് കാണിക്കണമേ, കരുണ കാണിക്കണമേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എൻ്റെ കണ്ണിൽ കൂടി ഞാൻ കണ്ണുനീര് വന്ന് ഞാൻ പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ മയങ്ങിപ്പോയി. ഞാൻ മയങ്ങി കിടക്കുമ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. അതെന്നെ വളരെയധികം ഭീതിപ്പെടുത്തിയെന്ന് മാത്രമല്ല, കാഴ്ച പറ്റുന്നതല്ല, എനിക്കറിയാവുന്ന പല ആൾക്കാരും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നൊരു കാഴ്ച. അതെന്നെ വളരെയധികം ഫീലിംഗ് എനിക്കുണ്ടാക്കി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. ആളുകളുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങുകയാണ്.
യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നിങ്ങൾ നഷ്ടപ്പെടരുത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നിങ്ങൾ നഷ്ടപ്പെടരുത്. നിങ്ങൾ പാസ്റ്ററായിരിക്കാം, ഉപദേശിയായിരിക്കാം, ഡീക്കനായിരിക്കാം, മൂപ്പനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, നിങ്ങളേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ലീഡറായിരിക്കാം, ആരുമായിക്കോട്ടെ, നിങ്ങൾ നഷ്ടപ്പെടരുത്. ഒരു അശുദ്ധനും അതിനുള്ളിൽ പ്രവേശിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണുകളടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് തിരുസലിലേക്ക് അടുത്ത് വരിക. ഞങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ, കരയാൻ, നെടുമ്പാട് വീഴാൻ, കണ്ണുനീരൊഴുക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതത്തിന്, കർത്താവെ അതിവിശുദ്ധ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഞങ്ങൾ കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം മാപ്പപേക്ഷിക്കുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി, സഹോദരൻ, ഈ മാതാവ്, ഈ പിതാവ്, ഈ ദൈവദാസൻ, ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ വീഡിയോയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ലോർഡ്, ക്ലെൻസ് their heart and fill with the joy and purify in your blood. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ രാവിലെ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൃപ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് നിമിഷവും കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന സമയങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പാർക്കിൽ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? ബോഡിക്ക് റിലാക്സ് കിട്ടാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ആൾക്കാർ ഒരുപാട് അറേഞ്ച്മെൻറ്റ് സംവിധാനങ്ങളിവിടെ ഉണ്ട്. അതൊക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? കുറച്ച് ലോങ് ലൈഫ് കൂടെ കിട്ടാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഇന്ന് രാവിലെ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ആത്മീയ ജീവിതം കുറച്ചുകൂടെ ഡെവലപ്പായി മുമ്പോട്ട് പോകും. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.